പത്തനംതിട്ട പുല്ലാട് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. പുല്ലാട് സ്വദേശി ശ്യാമയാണ് മരിച്ചത്. ശ്യാമയുടെ അച്ഛൻ ശശിക്കും ശശിയുടെ സഹോദരി രാധാമണിക്കും കുത്തേറ്റു. ഇരുവരും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവശേഷം രക്ഷപ്പെട്ട പ്രതി അജിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതിയായ അജി ഭാര്യ വീട്ടിലെത്തിയാണ് കൊലപാതകം നടത്തിയത്. 10 മണിയോടെയാണ് അജി ശ്യാമയുടെ വീട്ടിലെത്തുന്നത്. ശ്യാമയെ ആക്രമിച്ചപ്പോൾ തടസ്സം നിന്ന ഭാര്യാപിതാവ് ശശിക്കും ശശിയുടെ സഹോദരി രാധാമണിക്കും കുത്തേൽക്കുകയായിരുന്നു. ഗുരുതരമായി പരുക്കേറ്റ 3 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ശ്യാമയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വയറ്റിൽ ആഴത്തിൽ മുറിവേറ്റ ശ്യാമ അർദ്ധരാത്രിയോടെ മരിച്ചു. ശ്യാമയുടെ അച്ഛൻ ശശി, പിതൃസഹോദരി രാധാമണി എന്നിവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നാട്ടുകാർ എത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. വഴക്ക് സംശയരോഗമാണ് അജിക്ക്. എവിടെ ഒരു ജോലിക്ക് പോയെന്ന് പറഞ്ഞാലും അജി പുറകെ പോകും. അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് തിരിച്ചുകൊണ്ട് അന്നും വന്ന വഴി ഇവള് തെക്കേമല ജോലിക്ക് പോയിടത്ത് ചെന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് അന്ന് വഴക്കോടെയാണ് വന്നതെന്നാണ് പറയുന്നത്. പിന്നെ സ്നേഹമായിട്ടിരുന്നതിന് ശേഷമാണ് പിന്നെ ഈ വഴക്കുണ്ടാകുന്നത്. സംശയരോഗവും ലഹരിയുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം കുടുംബവഴക്കാണ്. കുടുംബവഴക്കിനെ തുടർന്നാണ് ഈ ശാരിമോളെയും അതുപോലെ ശാരിമോളുടെ അച്ഛനെയും ശാരിമോളുടെ അച്ഛൻ്റെ പെങ്ങളെയും കുത്തി പരിക്കേൽപ്പിച്ചു. ഇവർ തമ്മിൽ എന്തോ വാക്കുതർക്കം ഉണ്ടായി. ആ വാക്കുതർക്കത്തിനിടയിലാണ് ഈ മുറ്റത്ത് വെച്ച് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നിരുന്നുള്ള വരെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവർ എന്തോ ഒരു നിസ്സാര വാക്കുതർക്കത്തിൻ്റെ മണ്ടയ്ക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതിന് മുമ്പ് ഒരു വർഷത്തിന് മുമ്പ് ഇവിടുത്തെ നമ്മൾ തല്ലുകയൊക്കെ ചെയ്തുകൊണ്ട് കോഴിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഈ മരിച്ച പെൺകുട്ടിയുടെ അപ്പൻ ശശി എന്ന് പറയുന്ന ആൾ ഒരു കേസ് ഫയൽ ചെയ്യുകയും ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇരു കൂട്ടരെയും വിളിച്ച് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടതുമാണ്. കൊലപാതകത്തിന് ശേഷം സംഭവ സ്ഥലത്ത് നിന്നും പ്രതി ഓടി രക്ഷപ്പെട്ടു. വീടിനു പിന്നിലെ റബ്ബർ തോട്ടത്തിലേക്ക് കടന്നുവെന്നാണ് പോലീസ് നിഗമനം. നാട്ടുകാരും പോലീസും ചേർന്ന് ഇന്നലെ രാത്രി ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും അജിയെ കണ്ടെത്താനായില്ല. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി കോയിപ്പുറം പോലീസ് അറിയിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.